ഹലോ ഗായ്സ്, ഞാൻ ഒരു പ്രോഗ്രാം റെഡി ആവുകയാണ് ആസ് യൂഷ്വൽ. അപ്പം ആദ്യം തന്നെ നമ്മുടെ സ്ഥിരം ക്ലെൻസർ വെച്ചിട്ട് മുഖം ഒന്ന് കഴുകി, അതിനുശേഷം ഫോക്സ് ടെയിലിൻ്റെ തന്നെ ക്ലാരിഫയിങ് സിറം ഉണ്ട്, അത് വെച്ചിട്ട് അത് മുഖത്തൊക്കെ ഒന്ന് അപ്ലൈ ചെയ്തു. ഇത് ആക്ച്വലി രാവിലെ ഞാൻ ഒരു പ്രോഗ്രാമിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം സെയിം കോസ്റ്റ്യൂം തന്നെയാണ്. ഇനി ഇത് സിറം അപ്ലൈ ചെയ്തിട്ട് വേണം കോസ്റ്റ്യൂമൊക്കെ ഒന്ന് മാറ്റാൻ. ഇതൊക്കെ യൂസ് ചെയ്ത് തുടങ്ങിയ പിന്നെ സ്കിൻ കുറച്ച് മാറ്റമുണ്ട് കേട്ടോ. നല്ലതായിട്ട് ആക്നെയൊക്കെ ആയിട്ടുണ്ടായിരുന്നു, അത്യാവശ്യം ബെറ്റർ ആയിട്ടുണ്ട്. പിന്നെ ഇന്ന് കോസ്റ്റ്യൂമൊക്കെ ഒരു മറ്റേ കോട്ടൺ ക്യാൻഡി ബേസ്ഡ് ആണ്, യുനോ നീല ഉടുപ്പും പിങ്ക് പാൻറ്റും. ഇത് തന്നെയാണ് ഞങ്ങളുടെ മിസ്സിൻ്റെ ബേബി ഷവറിന് ഞാൻ ഇട്ടത്. പിന്നെ ഫോക്സ്റ്റൈലിൻ്റെ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തു. ഇത് നല്ലതാണ്, എല്ലാം നല്ലതാണ് കേട്ടോ. പ്രോഡക്റ്റ് ഞാൻ യൂസ് ചെയ്ത് തുടങ്ങിയതിൽ പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളൊരു അഭിപ്രായമാണ്. പിന്നെ സൺസ്ക്രീൻ ഇത് എടുത്തപ്പോൾ തന്നെ ഞാനത് എന്തോ ആലോചിച്ചുകൊണ്ടങ്ങ് തുറന്നത്, അപ്പോഴത്തേക്ക് എയർ കയറിയിട്ടുണ്ടായിരുന്നെന്ന് തോന്നുന്നു. അങ്ങനെ അതെല്ലാം കൂടെ പുറത്തോട്ട് വന്നു. പിന്നെ അത് ഭാഗ്യത്തിന് വീണത് എൻ്റെ കയ്യിൽ തന്നെയാണ്. അത് മുഖത്ത് ഞാൻ തേച്ചു. ദാണ്ട ഇത് ഗ്ലോ സൺസ്ക്രീൻ ഗോൾഡൻ അവർ. സ്കൂട്ടറിലാണ് പോകാൻ പോകുന്നത്. നല്ല വെയിലുള്ള സമയമാണ്, ഒരു 4 മണിയൊക്കെ. ഇതൊക്കെ മുഖത്ത് അടിച്ചു കഴിഞ്ഞാൽ നല്ല കരിക്കട്ട പോലെ ഞാൻ വരും. പിന്നെ ഇത് റീനയുടെ 7-in-1 ഫേസ് ബേസ് ആണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു പുട്ടി എഫക്റ്റ് ഇല്ല. നമുക്ക് BB ക്രീം ആണെങ്കിലും ഒരു മേക്കപ്പ് ബേസ് ആണ്. നമുക്ക് നോ മേക്കപ്പ് ലുക്കില്ലേ അത്. പിന്നെ ഞാനൊരു സ്വിസ് ബ്യൂട്ടിയുടെ ഒരു ചെറിയ ഫൗണ്ടേഷൻ അതും കൂടി യൂസ് ചെയ്ത്, എന്നാലേ പ്രോഗ്രാമിന് നിൽക്കുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ ഒരു എടുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് ചെറിയൊരു എനിക്ക് ഫ്രീ ആയിട്ട് എന്തോ കിട്ടിയതാണ്, പക്ഷെ സാധനം അടിപൊളിയാണ് കേട്ടോ. എയർ ബ്രഷ് ഫൗണ്ടേഷൻ അതാണ്. ഇതിൻ്റെ ഒരു വലുത് മേടിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതൊക്കെ ഇട്ട് കഴിഞ്ഞപ്പം പുട്ടിയായി. പിന്നെ ഇത് നല്ലതായിട്ട് വേർത്തിട്ടുണ്ട്. പിന്നെ ഒരു ലിപ് ലൈനർ വെച്ചു. ഇതിൻ്റെ ഇടയ്ക്ക് മുടി എന്തിനാണ് അയച്ചിട്ടെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ കണ്ണെഴുതി ഐബ്രോ ഒക്കെ വരച്ചു കൊടുത്തു. പിന്നെ സുഡിയോയിൽ നിന്ന് മേടിച്ചൊരു ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ്. ഗ്ലോസ് ഇതിൻ്റെ മുകളിൽ ഞാൻ ഇടും, അത് പ്രോഗ്രാം തുടങ്ങുമ്പോഴത്തേക്ക് ഇടത്തുള്ളൂ. പിന്നെ മുടിയൊക്കെ ചീപ്പി ഞാൻ ഇറങ്ങി. അപ്പോഴത്തേക്ക് സന്ദീപ് ചേട്ടൻ എന്നെ പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. ഇതാണ് സന്ദീപ് ചേട്ടൻ. കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ടല്ലോ. അങ്ങനെ ഞാൻ എല്ലാം റെഡിയായി. അമ്മയടുത്ത് ചാച്ചയൊക്കെ പറഞ്ഞു, ഉമ്മയൊക്കെ കൊടുത്തു. എന്നിട്ട് സന്ദീപ് ചേട്ടൻ എന്താ വണ്ടി തിരിക്കുകയാണ്. എന്നിട്ട് ചേട്ടൻ്റെ കൂടെ ഞാൻ കയറി പോവുകയാണ് ഗൈസ്. ഈ വണ്ടിയിൽ കയറി കഴിഞ്ഞാൽ ഏണി ഇരിക്കുന്ന പോലും വന്നു. അപ്പോൾ ഓക്കെ, ബായ്.